നമസ്കാരം. ശ്രീകലാ നൃത്തകലാക്ഷേത്രയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഭരതനാട്യത്തിലെ കോർവേ അടവിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. കോർവേ അടവിന്റെ ചൊല്ല് വരുന്നത് ത തെയ് താം ധി തെയ് താം, ത തെയ് താം ധി തെയ് താം എന്നാണ്. കോർവേ അടവിന്റെ പ്രത്യേകത എന്തെന്നാൽ ദ്രുതകാലത്തിൽ പാദചലനങ്ങളില്ലാത്ത അടവുകളാണ് ഈ വിഭാഗത്തിൽ വരുന്നത്. ആലിയിടവും പ്രത്യാലിയിടവുമായി വരുന്നതും കാലുകൾ ദൂരേക്ക് മാറ്റി വെക്കുന്ന രീതിയിലുള്ളതുമാണ് ഈ അടവുകൾ. ഭംഗിയുള്ള നിലകൾ ഈ അടവിന്റെ പ്രത്യേകതകളാണ്. പ്രധാനമായും 4 മുദ്രകളാണ് ഈ വിഭാഗത്തിൽ വരുന്നത്. ഒന്നാമതായി ശിഖരം മുദ്ര, രണ്ടാമതായി പതാക മുദ്ര, മൂന്നാമതായി കടകാമുഖം മുദ്ര, നാലാമതായി അളപത്മം മുദ്ര. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. തത്തേത്താം അടവിന്റെ കൈകൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഇരു കൈയും ശിഖരം നെഞ്ചിന്റെ ഭാഗത്ത് പിടിച്ച് അല്പം ഒന്ന് മുകളിലേക്ക് വരത്തക്ക രീതിയിൽ പിടിച്ചിട്ട് വേണം വരാൻ. ത തെയ് താം ധി തെയ് താം, ത തെയ് താം ധി തെയ് താം, ത തെയ് താം ധി തെയ് താം, ത തെയ് താം ധി തെയ് താം. കോർവയടവിന്റെ കാലുകൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അരമണ്ഡലത്തിൽ ഇരുന്ന് ചൊല്ല് പറയുമ്പോൾ അല്പം ഒന്ന് വലത് വശത്തേക്ക് നീങ്ങി നിൽക്കണം. നീക്കി കാല് വെക്കണം. 3, 4. ത തെയ് താം ധി തെയ് താം, ത തെയ് താം ധി തെയ് താം, ത തെയ് താം ധി തെയ് താം, ത തെയ് താം ധി തെയ് താം. കോർവയടവിന്റെ കാല് അല്പം ഒന്ന് വിശദീകരിച്ച് പറയാം. 3, 4. ത തെയ് താം ധി തെയ് താം, ത തെയ് താം ധി തെയ് താം, ത തെയ് താം ധി തെയ് താം, ത തെയ് താം ധി തെയ് താം. തത്തേത്താം അടവ് ഒന്നാം കാലത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ത തെയ് താം ധി തെയ് താം, ത തെയ് താം ധി തെയ് താം, ത തെയ് താം ധി തെയ് താം, ത തെയ് താം ധി തെയ് താം. തത്തേത്താം അടവ് രണ്ടാം കാലത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. 3, 4. ത തെയ് താം ധി തെയ് താം, ത തെയ് താം ധി തെയ് താം, ത തെയ് താം ധി തെയ് താം, ത തെയ്
താം ധി തേ താം. തത്തേ താം അടവ് മൂന്നാം കാലത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. തത്തേ താം ധി തേ താം തത്തേ താം ധി തേ താം തത്തേ താം ധി തേ താം തത്തേ താം ധി തേ താം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.